കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടി. കാരണം കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ പെൺകുട്ടി കയറി വന്ന വീട് ഒരു ജോയിന്റ് ഫാമിലിയാണ്. ഒരുപാട് അംഗങ്ങളുണ്ട്. മാത്രമല്ല ആട്, കോഴി, പശു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ വീട്ടിൽ വിധവയായിട്ടുള്ള ഒരു പെങ്ങളുണ്ട്, ഭർത്താവിന്റെ പെങ്ങള്. ആ പെങ്ങളും അമ്മയുമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് അവിടുത്തെ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പറ്റാതായി. ഭർത്താവ് പറയും, നീ അതൊരു ചെയ്താൽ മതി, അമ്മയും പെങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ മതി. അവർ പറയുന്നതോ ഡബിൾ മീനിങ്ങിലാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. ഈ പെൺകുട്ടിക്ക് അതൊക്കെ തന്നെ കളിയാക്കുന്ന പോലെ ഫീൽ ചെയ്യുകയാണ്. കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് പല അന്വേഷണങ്ങളും നടത്തുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ട ഒന്നാണ് കൾച്ചറൽ ഡിഫറൻറ്റ്. അതായത് തങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യവും കൊടുത്തയക്കുന്ന വീട്ടിലെ സാഹചര്യവും തമ്മിൽ ഒത്തുപോകുമോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അണുകുടുംബത്തിൽ നിന്നും ഒരു ജോയിൻറ്റ് ഫാമിലിക്ക് ചേക്കേറുമ്പം അവിടെയുമായി ഒത്തുചേരാൻ ചില പെൺകുട്ടികൾക്ക് പറ്റാറില്ല. അതേപോലെ തന്നെ എണ്ണിച്ചുട്ടാപ്പം പോലെ മാസശമ്പളം കണക്കെഴുതി ചിലവാക്കുന്ന വീടുകളുണ്ട്. അവിടേക്ക് ഒരു ബിസിനസ്സുകാരൻ്റെ മകൾ കയറി ചെന്നാലോ അവിടെ കണക്ക് പറച്ചിലായിട്ട് പലതിനെയും തോന്നും. എൻ്റെ കൗൺസിലിംഗ് സമയത്തൊക്കെ സാനിറ്ററി പാഡിന് വരെ കണക്ക് പറഞ്ഞ ഭർത്താവ്, അമ്മായിമ്മ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പരാതിപ്പെടാറുണ്ട്. നഗരപ്രദേശത്തുള്ളവരെ നാട്ടുമ്പുറത്തൊക്കെ കല്യാണം കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ബഹളമയമായിട്ടുള്ള വീടുകളിൽ നിന്ന് ചില വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ നിയമം, അത് അവരുടെ രീതിയാണ്. ഇതിലേക്ക് നമ്മുടെ മക്കള് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാണ്. ആദ്യമേ എനിക്കത് പറ്റൂല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ബന്ധം മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എല്ലാം അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ കൾച്ചറൽ ഡിഫറൻറ്റ് നിർബന്ധമായിട്ടും അന്വേഷിക്കുക.